എല്ലാവർക്കും വായനാമുറിയിലേക്ക് സ്വാഗതം. അങ്ങനെ തെന്നാലി രാമൻ്റെ 10ാമത്തെ കഥ. ചക്കിന് വെച്ചത് കൊക്കിന്. പ്രഭാത സൂര്യൻ്റെ അരുണകിരണങ്ങൾ അരമനയ്ക്കുള്ളിലും എത്തി നോക്കി. രാജാവ് അരമനയുടെ മട്ടുപ്പാവിൽ ഉലാത്തുകയാണ്. പെട്ടെന്ന് അദ്ദേഹം ആ വിചിത്രമായ കാഴ്ച കണ്ടു. രാജപുരോഹിതനായ തഥാചാരി ഒരു കഴുതയെപ്പോലെ തെന്നാലിരാമനെ ചുമന്നുകൊണ്ട് വരുന്നു. തെന്നാലിരാമൻ ചുമലിലിരുന്ന് കുണുങ്ങുന്നുണ്ട്. റോഡിനിരുവശത്തും രാജപുരോഹിതനെ കളിയാക്കിയിരുന്നു ജനങ്ങൾ. താൻ വളരെയധികം ബഹുമാനിക്കുന്ന രാജപുരോഹിതനെ അപമാനിച്ചവൻ ആരായാലും അവനെ ശിക്ഷിച്ചേ മതിയാകൂ എന്ന് രാജാവ് തീരുമാനിച്ചു. അദ്ദേഹം 2 ഭടന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വഴിയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനെ ചുമന്നുകൊണ്ടുവരുന്നത് കാണാം. അവിടെ ചെന്ന് നിങ്ങൾ ഒന്നും പറയാതെ തോളത്തിരിക്കുന്നവനെ വലിച്ച് താഴത്തിട്ട് നല്ല 4 അടി വെച്ചു കൊടുക്കണം. മറ്റവനെ ഇവിടെ ഹാജരാക്കുകയും വേണം. ഭടന്മാർ ഉടനെ പുറപ്പെട്ടു. രാജാവിൻ്റെ നോട്ടവും ആംഗ്യങ്ങളും കണ്ട തെന്നാലിരാമന് തൻ്റെ കാര്യം കുഴപ്പത്തിലായെന്ന് മനസ്സിലായി. രാമൻ പെട്ടെന്ന് അടവ് മാറ്റി. അയാൾ രാജപുരോഹിതൻ്റെ ചുമലിൽ നിന്നിറങ്ങി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു വണങ്ങി. എന്നിട്ട് പറഞ്ഞു, അങ്ങ് അടിയനെ ഇത്ര നേരം ചുമന്നതിന് പരിഹാരമായി അങ്ങേ ഇനി അടിയൻ ചുമക്കാം. വിഡ്ഢിയായ രാജപുരോഹിതൻ ഉടനെ സന്തോഷപൂർവ്വം തെന്നാലിരാമൻ്റെ തോളത്ത് കയറി ഇരിപ്പായി. രാമൻ നടന്നു തുടങ്ങി. 2 അടി നീങ്ങിയതേ ഉള്ളൂ. 2 ഭടന്മാർ ഓടി വന്ന് രാജപുരോഹിതനെ തെന്നാലിരാമൻ്റെ തോളത്ത് നിന്നും വലിച്ച് താഴെയിട്ട് നല്ല 4 അടി വെച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് തെന്നാലിരാമൻ്റെ ബുദ്ധി? ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നല്ല കഥയുമായി ഇനിയും കാണാം.